എവിടെ ഈ കുട്ടി? കൊറേ നേരായി ഞാനിവിടെ നിക്കണ്. കുഞ്ഞോളെ ഇജൊന്ന് വിളിച്ചോ എന്റെ മാപ്പിളക്ക് എവിടെയാന്നുള്ളത്. ഓ ഈ ഇമ്മ. ഇമ്മ ഞാൻ വിളിച്ചപ്പോ അവിടുന്ന് നിക്കണെന്ന് പറഞ്ഞേ. കുറച്ചേരം കൂടി അവിടെ നിന്നോളി. ഞാനിപ്പോ എന്താ ഇതെന്തമ്മ അവിടെ നിക്കണ്? എന്തമ്മ അവിടെ നിക്കണ്? അതൊന്നുമില്ലടി, കുഞ്ഞോളെ കുട്ടി വരണുണ്ടാല. ഓളെ മാപ്പിള കൂടെ കൊടുന്ന് ഇറക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. കൊറേ നേരം ഇന്നെ ഓളി നിർത്താൻ നിൽക്കണം. ഓൾ ആ ഫോണുമ്മ കുന്ത്രാണ്ടം വെച്ച് ഇങ്ങനെ തോണ്ടി കളിക്കുകയാണല്ലോ. ഓളോട് ഞാൻ ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞ്. ഇന്റെ തിരുമ്പാളതാണ് ആ കല്ലുമ്മ കെടുക്കണത്. ബിലുമോ വരണുണ്ടാ? കൊടുന്നാക്കി തരണുണ്ടാവൂലേ? സ്വന്തം വല്യമാന്റെ വേജാറ് സ്വന്തം ഉമ്മാക്കില്ല. ഉമ്മ അതാ ഫോണിൽ കളിക്കണേ. ഇതങ്ങനെ ഒട്ടാറ്റില്ലല്ലോ. കുഞ്ഞോളെ അനക്കെന്താ അവിടെ പോയി നിന്നാല്? ഇമ്മ കൊറേ നേരമായി ആ നിർത്താൻ നിക്കണ്. അല്ലെ എന്റെ കാക്കുവിന് വിളിച്ചു വെച്ച് നോക്ക് അവിടുന്ന് നിക്കണോന്നുള്ളത്. ഇജിവിടെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചാലാ? ഞാൻ ഇന്റെ ഉമ്മാനല്ല നിർത്തിക്കണത്. അതിന് ശരിക്കെന്താ? ഇനി വെറുതെ ഓരോ പ്രശ്നത്തിൽ വരാൻ നിക്കല്ലട്ടാ. എന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ വല്യമാനെ ആദ്യം കാണണം. അതാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണേന് എനിക്ക് നല്ല അസൂയാവൂലേ? ചായ കുടിച്ചപ്പോ വന്ന് ഇരുന്നതല്ല അവിടുന്ന്. ഒന്ന് നീച്ചാളാ, ചിലപ്പോ വേലുറച്ചിട്ടുണ്ടാവും. പിന്നെ അസൂയപ്പെടാൻ പറ്റിയൊരു മുതല്. തമ്പുരാട്ടിനെ പഠിപ്പിക്കാൻ വന്നിക്കണം, സ്വന്തം കാര്യം നോക്കാതെ. എടി ഒന്ന് വിളിച്ചോക്കോ എനിക്ക് എവിടെ എത്തിന്നുള്ളത്. ഈ വെയില് പോകുമ്പോ നിനക്ക് തിരുമ്പിടാനാണ്. അല്ല ഇജിവിടെ വന്ന് നിക്ക്. ഞാൻ വിളിക്കണ്ട അമ്മ, അവിടുന്ന് നിക്കണാലാ. പിന്നെ ഇങ്ങനെ എപ്പോഴും വിളിച്ചിങ്ങാണ്ട് കന വെറുപ്പിക്കണ്ടല്ലോ. വരുന്നുണ്ട്. അല്ല ഇന്റെ കുട്ടി വന്ന് ഉമ്മ എത്ര നേരായി ഇവിടെ നോക്കി നിക്കണി. അല്ല എന്റെ ഉപ്പച്ചി എവിടെ? ഇതെന്താ തലയില് പേണ്ട? തല ഇങ്ങനെ ചൊറിയണ്. എന്നിട്ട് എന്താ എന്റെ ഉപ്പച്ചി ഇങ്ങോട്ട് കയറാഞ്ഞ്? എന്റെ ഉമ്മാക്കാന്നുണ്ടെങ്കിൽ ആ ചൂടും ചുക്കാന്തി ഒന്നും ഇല്ല. അവിടെ ഇരുന്ന് ഫോണ് കളിക്കാണ്. എല്ലാം ഇനി 2 ദിവസം സ്കൂളും മദ്രസ ഒന്നും ഇല്ലല്ല. ചെല്ല്, എന്റെ ഉമ്മ ഉണ്ട് അവിടെ ഇരിക്കണ് ട്ടാ. മാമിയാളോടെ ചായ എടുത്തരാൻ പറയും. ഉമ്മാനോട് ചായ എടുത്തരാൻ പറയും. ഉമ്മച്ചിണ്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കണ്. ചെല്ലിട്ടാ. എന്നിട്ടേ ഉമ്മച്ചിനോട് ചായ എടുത്തരാൻ പറയട്ടാ. ട്രൗസറും കുപ്പായൊക്കെ അയച്ചിട്ടാ. മമ്മ ഉണ്ട് അവിടെ തിരുമ്പോട്ടെ പോയിട്ട്. എന്റെ സൈക്കിൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഇരുട്ടുത്തി മഴ വരുന്നുണ്ട്. ഈ മയത്ത് ഉമ്മാന്റെ കുട്ടി സൈക്കിൾ ഔട്ടണ്ടട്ടാ. മഴയൊക്കെ മാറിയിട്ട് വൈകുന്നേരം ചവിട്ടട്ടാ. ഇപ്പൊ ചെന്നിട്ട് ജയിച്ചിട്ടുങ്ങാണ്ടേ വല്ലതും തിന്നാൻ തരാൻ പറയാം എന്റെ ഉമ്മാനോട്. എന്റെ ഉമ്മ ഇങ്ങനെ ഫോണിമ്മ കുത്തി കളിക്കണ്ടെന്നറി. കുഞ്ഞോളെ ആ കുട്ടിക്ക് വല്ലതും എടുത്തു കൊടുക്കച്ച്. ആ ഇരുത്ത അവിടെ കൊറേ നേരം ഇരിക്കണ്. വേറെ അറച്ചോവും. എന്റെ കുട്ടി വന്നാ? എല്ലാരുടെ ഉപ്പച്ചി വന്നീല? അല്ലെങ്കിൽ എന്റെ ഉപ്പച്ചിക്ക് പിന്നെ ആവശ്യമില്ല. ഞാൻ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വരണുള്ളൂ. അവിടെ ഇപ്പൊ എന്തിനാണ്? അവിടെ അമ്മായി വന്നിക്കണില്ലേ? ഞാൻ വരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണുള്ളൂ. ഉമ്മാന്റെ കുട്ടി ചെന്നിട്ടേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്. ചെല്ല്. തള്ളക്കിപ്പോ ഞാൻ അവിടെ ചെല്ലാഞ്ഞിട്ട് ഞാൻ പോകില്ല. കുറച്ച് ദിവസം കഴിയട്ടാ. അവിടെ ചെന്ന് അങ്ങനെ പണിയെടുക്കേണ്ടി വരും. ഇവിടെ വെറുതെ ഇരുന്നാ മതി. ഞാൻ പോകില്ല. കുഞ്ഞോളെ എടി എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും എടുത്തു കൊടുക്കടി. എന്റെ പൊന്നു താത്ത,
ആ പെണ്ണുണ്ടല്ല എപ്പം നേരെ ഇരുന്നതാണ് ഫോണുമേലെന്ന് അറിയോ, കുറേ നേരമായി ഇരിക്കണ്. എന്ത് റീൽ എങ്ങനെ ഒരു ചടക്കൂല, എങ്ങനെ ഫോണുമ്മ കളിച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ നോക്കണ്ടേച്ചി, അത് അങ്ങനെ തന്നെയാണ്. ഓളാ സ്വഭാവം ആദ്യമേ അങ്ങനെ തന്നെയാണ്. ഓൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോണും മോളും തന്നെ ഇങ്ങോട്ട് ഇരിക്കോളം മക്കളെ വരെ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഓളെ ഈ വരവുണ്ടല്ലോ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാ തോന്നുന്നു. നമ്മളെ രണ്ടും കൽപ്പിച്ച് നിൽക്കേണ്ടി വരും അവളെ ഇടയിൽ. നമ്മളെ നാത്തൂനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടിമുടി ഓളെ വിശ്വസിക്കാൻ പറ്റൂല. തുടങ്ങിൻ്റെ ഇല്ല, ഞാൻ അടിച്ചു വരിട്ടിട്ടുള്ളൂ. ആ ഇത്താനെ പോലെ അല്ല ഞാൻ. വിലുമോനെ, വിലുമോൻ എന്താടോ മുണ്ടാത്ത്? വിലൂട്ടിയേ ചായ തന്ന എനിക്കമ്മ? ചായ തന്നിട്ടേ. എന്താ തരാഞ്ഞി? അമ്മച്ചി തന്നിട്ട് എപ്പോഴും നമ്മ എടുത്തരട്ടാ ചായ. വാട്ടാ. ഇന്ന് മദ്രസ പോയിന്ന് ചേച്ചി? മദ്രസ പോയിന്നാ? നല്ല കുട്ടിയാണല്ലോ. അല്ലാ പൊന്ന, അതെടുത്ത് കളിക്കണ്ട, മാമന്റെ ആണ്. അല്ലാ എടുത്ത് കളിക്കണ്ടട്ടാ. വിലുമോനെ, അത് മാമന്റെ വർക്ക് ചെയ്യുന്ന ലാപ്പാണ് ട്ടാ. അടുത്ത് കളിക്കണ്ടട്ടാ. അതും ഫോണുമേലൊന്നും കൂടുതൽ കളിക്കാൻ പാടിയ കുട്ടികള് ട്ടാ. ഇതെടുത്ത് കളിച്ചോ. ഇതെനിക്ക് മാമൻ കൊടുന്നതാണ്. ഇതിങ്ങനെ ലൈറ്റ് കത്തുട്ടാ. ഇതെടുത്ത് കളിച്ചട്ടാ. അടുത്ത് കളിക്കരുതിട്ടാ. ഓ, എൻ്റെ കുട്ടി ഓളൊരു ലാപ്ടോപ്പ് തൊട്ടേനാണല്ലോ എൻ്റെ കുട്ടീനെ ഓള് ചീത്ത പറഞ്ഞത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലല്ല. ഇത് ഉമ്മാനോട് പറഞ്ഞു കൊടുക്കന്നെ വേണം. പറഞ്ഞു കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കന്നെ വേണം. വന്ന് വന്ന് ഇക്കുൻ്റെ കുട്ടിക്ക് ഇവിടെ ഒരു മുതൽ തൊടാൻ പറ്റാതെ ഇക്കണം. എൻ്റെ മാമൻ വർക്ക് ചെയ്യണം കേട്ടാ. ബായ്, ഞാൻ ചായ തരാം. ബാട്ടാ, അടുക്കളേക്ക് വായോ, അമ്മായി ചായ തരാം. ഓളാ കുട്ടിക്ക് ചായ എന്തെങ്കിലും കൊടുത്താണാവോ? അതിനി നാത്തുമാര് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കണ്ടാണോ? അതങ്ങനെ ഒരു സാധനമാണ്. വന്നാ പിന്നെ ഫോണുമ്മ തന്നെ. തടിയൊന്ന് നേരെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ആ 37 ഇവിടെ ഉണ്ടാ. എന്താന്ന് പണി? തിരുമ്പിയത് ഉണക്കേ? ആ മോളെ, ഞാനേ വെയില് കണ്ടപ്പോ തിരുമ്പാൻ ഇറങ്ങിയതാണ്. അപ്പൊ അതാ മയക്കാറും. നിങ്ങളെ മകൻ വന്നില്ലെന്നു? ഓ മിഞ്ഞാന്ന് വന്നീലേ. ഞാൻ ഇപ്പൊ എന്തിനാ വന്നെന്നറിയോ? നിങ്ങളെ ഉരുളി ഒന്നൊക്കെ തരുമോ? ഉരുളിയോ? ഉരുളി ഞാൻ എടുത്തുതരാം. എന്തിയെ? മക്കളാരെങ്കിലും വരണുണ്ടാ? കുട്ടികളൊക്കെ ഒന്ന് വരണുണ്ടെന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ ഇറച്ചി പൊരിക്കാച്ചിട്ടാണ്. മരുവനും വരണുണ്ട് തന്നെ ഇന്ന്. അപ്പൊ ഇറച്ചി പൊരിച്ചാണ്ട് ബിരിയാണി വെക്കാച്ചിട്ടേന്ന്. ഇങ്ങക്ക് എന്താ? ഇന്റെ മകനല്ലേ, എനിക്ക് സാധനം കൊടുന്നു തരുന്നു. ഇതൊന്നും മുണ്ടാ പൊയ്ക്ക പെണ്ണ്. ഓന് വരുമ്പോ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഓൻ പറഞ്ഞത്. എവിടെ? ഞാൻ പറഞ്ഞ ഒരു എമർജൻസി ടോർച്ച് മാത്രം കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 2 സോപ്പ് പോലും നിങ്ങൾക്ക് തരാൻ എനിക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും സാരമില്ലെന്നു. അതിന് നമ്മളെ ഗൾഫത്തെ സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ കിട്ടുമല്ലോ. നാട്ടിൽ കിട്ടാതെ മുതലുകളൊന്നും ഇല്ലല്ലോ. ഇജ്ജേ അങ്ങടെ അടുക്കളയ്ക്ക് വായോ, ഞാൻ ഇത് ഇട്ടുതരാം. ഉരുളി ഇട്ടുതരാം. ഞാൻ അങ്ങനെ വരങ്ങൾ അങ്ങനെ വരി. രണ്ടാളി അടുക്കളയിലൊന്നും കാണായല്ലോ. പാത്രങ്ങളാണല്ലോ സിങ്കില് കെടുക്കണത്. ഷെരീഫ് എവിടേക്കേ പോയി? ഷെരീഫാ കുഞ്ഞോളെ. ഏത് കുഞ്ഞോള്, ഏത് ഷെരീഫ, ഏത് സെറി, ഒക്കത്തിനും ചെവി കേൾക്കൂല. എങ്ങനെ ഈ ഉരുളി ഇതിന്റെ മുകളിൽ നിന്ന് എടുക്കല്? വീക്കുവാണോ?
അവിടെ നിൽക്കട്ടെടി, ഇപ്പൊ തരാം. എന്റെ മക്കളൊന്നും കാണാനില്ല അവിടെ, എത്തണമില്ല. ഇതിന്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. ഇതൊന്ന് നേരാക്കാൻ ഈറ്റങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മരക്കൾക്കും വെച്ച അതിന് എന്റെ കയ്യെത്തണ്ടായിരുന്നു. എങ്ങനെ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരമില്ലല്ലോ. അർക്കല ബീവികളമാര് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ. എന്താ ഇപ്പൊ മാറാലൊക്കെ തട്ടി. നല്ലൊരു ഉരുളിയാണ്. ഒന്ന് പഠിച്ചോനെ. എന്നടി ആ ഞാൻ കഴിഞ്ഞിട്ട് കൊടുന്നേരട്ടെന്നോ. ഇപ്പൊ തന്നെ കൊടുന്നേരണമെന്നൊന്നും ഇല്ല. എന്റെ ധൃതിയൊക്കെ കഴിഞ്ഞിട്ട് കൊടുന്നാൽ മതി. ഇവിടെ ഒന്നും ധൃതിയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പൈല് കുറെ ആയിട്ട് ഒന്നും ഉണ്ടാക്കലില്ല. ഞാൻ വല്ല നെയ്യപ്പോ അങ്ങനൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ വല്ല പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വല്ല നെയ്ച്ചോറും ഉണ്ടാക്കും. അങ്ങനൊക്കെ തന്നെ ഉള്ളു. വല്ല കോഴി പൊരിക്കാതൊക്കെ തന്നെ. ഇപ്പൊ അടുത്തൊന്നും ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ജന്റേതൊക്കെ കഴിഞ്ഞിട്ടേ സാവധാനം കൊടുന്നാ മതി. ഇതിൽ പൊരിച്ചെടുക്കുമ്പോഴേ നല്ലപോലെ കിട്ടും. നമ്മളെ ചീൻചട്ടിയിലാവുമ്പോഴേ ഒന്നും ശരിയായി കിട്ടൂല. കുറച്ച് തോന ഉണ്ടാവുമ്പോ ഇതിലൊക്കെ തന്നെ പൊരിക്കണം. ഞാൻ എന്നാ പോയി, ഞാൻ അത് കഴിഞ്ഞിട്ട് കൊടുന്നേരണ്ട്. ആയിക്കോട്ടെ. എവിടെ ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികള്? ഷെരീഫ, ഷെറിയേ, ബിലുവാ, ബിലുവാ, ഇവിടെ എന്നാ ഇമ്മച്ചൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്നാ ഇമ്മച്ചിയെ എന്നോട് ഉമ്മമ്മ ചോദിക്കുകയാണേ, അമ്മായി നുള്ളിയോന്നേറ്റ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ജാന്ന് പറയണട്ടാ. അത് പറഞ്ഞോണ്ട് ഇമ്മച്ചി പറഞ്ഞത് കേൾക്ക്. ഇമ്മമ്മ എന്നോട് വന്നോട്ട് ചോദിക്കുകയാണ്, അന്നെ നുള്ളിയോ അമ്മായി നുള്ളിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ടട്ടാ. എവിടെ നുള്ളിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണിച്ചു കൊടുത്താണ്ടിട്ടാ. അന്ന് പറയില്ലേ? പറഞ്ഞില്ലാന്ന് നിന്റെ അടുത്ത് അടിയിട്ടൂട്ടാ. പറയില്ലേ? ഉറപ്പല്ലേ? പറയില്ല ബിലിയ? ഇനി കുഞ്ഞാമ്മ വന്ന് ചോദിക്കുമ്പോ നോണ അറിയോ ഇല്ലാന്നുള്ളത്? പറയില്ലല്ലോ. ഇമ്മച്ചി പറഞ്ഞ കേൾക്കൂലേ? കാരണം വിശ്വസിക്കാൻ പറ്റൂല. അപ്പം കണ്ടം മാറും. പറയില്ലേ? പറയണട്ടാ. ഉമ്മച്ചിന്റെ സ്വത്ത് പറയണട്ടാ. പറയണട്ടാ. ഇന്ന് ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുക്കും. അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും. ഇല്ലാന്ന് അവള് കുറെ കാലമായി ഇന്നിട്ട് ഇങ്ങനെ തിരിക്കാൻ തുടച്ചിട്ട് ഈ പേരൻ്റെ ഉള്ളിൽ അവളോട്ട് ഇങ്ങനെ കിടന്നതാവുണ്ട്. എന്താരൊക്കെ കെടുത്തി വെച്ചത്? പിന്നെ എങ്ങനെ ഇപ്പൊ ചോറ് വേവുക? ഇത് കത്തിക്കണ ഒരു സാധനം കാക്കുവിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാക്കു കൊടുന്നിട്ട് ഇനിയൊന്ന് മറക്കണോ? മോനെ സൈക്കിൾ ഒന്ന് വീകണ്ടട്ടേച്ചി. എന്താ പോന്റെ കളി? ഉമ്മമാന്റെ കുട്ടിയെ നോക്കി ഓടിക്ക്, വീകല്ലേ? ഞാൻ വീകൂല മമ്മ. ഇമ്മ ഞാൻ ഈ പെരേന്ന് പോവുകയാണ്. അതെന്താ പോണിജി? നിങ്ങളെ രണ്ട് മരുക്കൾക്ക് ഞാൻ ഈ പെരയിൽ നിൽക്കണ ഇഷ്ടല്ല. ഞാൻ പോവുകയാണ്. ഇമ്മാക്ക് അറിയോ എന്റെ കുട്ടീനെന്നേ ഓള് നുള്ളിക്കണ്. ഷെരീഫ് എങ്ങനെ കുട്ടീനെ കാട്ടല്? കുട്ടി അതൊരു കുഴപ്പമില്ലാതെ സൈക്കിളിന് ചവിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഷെരീഫ് കാട്ടല്? ആ കുട്ടി കരഞ്ഞിന്നോട് പറഞ്ഞ് പിന്നെ വാരിക്കൊക്കെ നുള്ളിക്കണേ എന്നുള്ളത്. ഞങ്ങൾ ഇവിടെ നിൽക്കണ ഇഷ്ടമല്ലെങ്കിലേ ഞങ്ങൾ പൊയ്ക്കോളാം. ഇന്നോട് സങ്കടം പറഞ്ഞിട്ടാണ് ഓൻ അങ്ങോട്ട് പൊയ്ക്കണത്. നല്ല ഇവിടെ കല്ലച്ചിക്കണോ ഓൻ്റെ ഇവിടെ നുള്ളിയിട്ട്. ഞാൻ കുറേ വെള്ളം കൂട്ടി ഒഴിഞ്ഞു കൊടുത്തേക്കണ്. ഞാൻ പോവുകയാണ് ഇവിടുന്ന്. ഇല്ലാന്ന് ഉമ്മിമാൻ്റെ രണ്ട് മരുക്കളും കൂടി നിന്നോളി.
ഞാനാണല്ലോ ഈ പെരയിൽ ബുദ്ധിമുട്ട്. ഞാൻ അവിടെ കുറച്ച് ദിവസത്തിന് ഇവിടെ വന്ന് നിന്നപ്പോത്തിന് നിങ്ങളെ മരുക്കൾക്ക് അത് തീരെ പറ്റൂല. ഞാൻ എന്ത് ഷെരീഫാദാനെ കാട്ടിയിട്ടാണ്? ഷെരീഫാദാന്റെ റൂമിൽ ഇരുന്നുകാണ്ട് എന്റെ കുട്ടി ആ ഒരു കാക്കാന്റെ ലാപ്ടോപ്പ് ഒന്നും തൊട്ടിട്ടുള്ളൂ. അതിന് എന്തൊക്കെ എന്റെ കുട്ടീനെ പറഞ്ഞത്? അതിന്റെ പുറമെ പിച്ചും ചെയ്ത് അത് തൊടല്ലേന്ന് പറഞ്ഞിട്ട്. ഇങ്ങനൊക്കെ ഷെരീഫാദ കാട്ടേണ്ട ആവശ്യം ഉണ്ടായിന്ന? ചോദിച്ചിട്ട് തന്നെയല്ല കാര്യം. ആ ചോദിച്ചു നോക്കി. ഇങ്ങോട്ട് ഞാൻ നിന്നോണ്ട് ഇന്നെ ഒന്നും വേണ്ട. ഓ ഷെരീഫ, ഷെരീഫ, എന്തമ്മാ ഇജെന്താ ബിലുമോൻ എന്താ കാട്ടിയാ? ഞാൻ ബിലുമോൻ എന്ത് കാട്ടി? ആ കുട്ടികൾ ഇവിടെ വന്ന് നിക്കണേന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് എന്റെ സ്വഭാവത്തിന്റെ ഓരോ മാറ്റം. വല്ലാതെ അങ്ങോട്ട് തുളുമ്പട്ടെ ഈ പെരയില്. ഇന്റെ കുട്ടിയും ഇന്റെ പേരക്കുട്ടിയും കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ ഇവിടെ എന്തോ. ഇല്ലമ്മ, ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. കാക്ക് വർക്ക് ചെയ്യുന്ന ലാപ്പിൽ കളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഓനെ ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലമ്മ. കഴിച്ചിലായി. അങ്ങനെ തന്നെ വേണം. അല്ലോ എന്താ ഓളെ പോവും കണ്ണീര്. ഇത് കാട്ടാതെ പിന്നെ ഇവളോട് ആ കുട്ടി പറഞ്ഞത്? കുടിയാറില്ലാത്ത കുട്ടിയൊന്നല്ലല്ലോ അത്. കുടിയാറുള്ള കുട്ടി തന്നെയല്ലേ. കുടിയാറില്ലാത്ത കുട്ടിയാണെങ്കിൽ നോണ പറയാന്ന് വെക്കാം. സത്യമായിട്ടുമ്പോ ഞാൻ ഓനൊന്നും കാട്ടിയിട്ടില്ല. എന്താ പ്രശ്നം? ഓ തൊടത്തി ഓള് പൂങ്കണ്ണീര്. എവിടെ എന്റെ മാപ്പിള? ഓനോട് ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇങ്ങനെ ഒരു തുളുമ്പല്. ആഹാ എന്ത് രസം കാണാൻ. ആഹാ ഇത് മുഖ്യാറാ പെണ്ണിന്റെ എന്തോ കളിയാ തോന്നുന്നു. ആ കിടകെട്ട സാധനത്തിന് എന്തിനാണ് അവിടെ കുറഞ്ഞ നിർത്തിക്കണം? അല്ലെങ്കിലും ഞാൻ കാണുന്നുണ്ട് 2 ദിവസമായിട്ട്. എന്റെ ഞാൻ പറഞ്ഞില്ല അതൊന്നുമില്ല. ചെറിയ ഷെരീഫ് എന്താ കുട്ടീനെ പിച്ചിക്കണാല എന്തോ ഉള്ള സാധനങ്ങൾ ഇട്ടപ്പോള്. ഇതൊക്കെ നല്ല പഠിപ്പാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലമ്മ. ഇല്ല, ഇത് ചെയ്യാതെയാണ് ഇപ്പൊ ഓളിനോടാ പറഞ്ഞത്. ഇത് ചെയ്യാതെയാണ് പറഞ്ഞത്. സമാധാനം. ഓൾക്ക് കുറച്ച് നെളിച്ചിൽ കൂടുതലായിരുന്നു കാക്ക വന്നതിന് ശേഷം. അത് തീർന്നില്ലേ? നന്നായി. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, ചെറിയ പൈതമക്കളെ കാട്ടാൻ നിൽക്കരുത് കേട്ടോ. അത് അത്ര നല്ല സ്വഭാവമല്ല. അങ്ങനെയാണെങ്കിൽ ഈ പെരയെ നിൽക്കണ്ട. ഇജ് വേറെ പൊയ്ക്കോ. വേറെ കോട്ടേഴ്സ് എടുത്ത് കണ്ടാലും മാപ്പിളുടെ അടുത്ത് മാപ്പിളിനെ കൂട്ടി പൊയ്ക്കോ. ഇമ്മ ബിരുവിനോട് തന്നെ ചോദിച്ചു നോക്കി. ഞാൻ ഒന്നും അവനെ കാട്ടിയിട്ടില്ല. അല്ല അതിനുള്ള എല്ലാ പുറപ്പാട് ചെയ്യണ്ടല്ലോ. ഗൾഫിൽ നിന്ന് വന്നേ മുതൽക്ക് കുസു പറച്ചിലിന് ഒരു കുറവും ഇല്ലല്ലോ. ഇതൊക്കെ തന്നെയല്ലേ കുസു പറച്ചില്, വേറെ ഒന്നല്ലല്ലോ പറച്ചില്. എന്റെ പൂങ്കണ്ണീരൊന്നേ ഇന്നെ കാണിക്കണ്ട. കയ്യേസും ഇല്ല. ഓ അമ്മരണ്ട് താത്ത, ഇത് നമുക്ക് ബിലുവിനോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ വിഷമിക്കണ്ട. സത്യം പറയാടി ശരിയെ, ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല ബിലുവിനെ. എന്തിനാണ് അവൾ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ ഇവിടെ? ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലടി. ആ കുട്ടിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇതാ പെണ്ണിന്റെ എന്തോ കളിയാണ് താത്ത. നിങ്ങൾ ആ കാര്യത്തിലേ ബേജാറാവണ്ട. ഞാൻ ചോദിച്ചു നോക്കാം ബിലുവിനോട്. മാമ കളിക്കണ ലാപ്പ് എടുത്തങ്ങാണ്ട് കളിക്കണ്ടെന്നുള്ളത്. നിങ്ങൾ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോ കാക്കു വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ അമ്മ പറഞ്ഞു കൊടുക്കല്? അറിയില്ല എന്തിനാണ് അവൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കണെന്നാണ്. ആ കുട്ടിനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ലടി. അവള് പറഞ്ഞത് അമ്മ വിശ്വസിക്കുള്ളൂ. അമ്മ ഇപ്പൊ പറഞ്ഞിട്ടില്ല ജി ഞങ്ങളോട് ഇവിടുന്ന് വേറെ പോവാന്. അറിയില്ല, കാക്കു വന്നേ മുതൽക്ക് തന്നെ അമ്മക്ക് എന്നോട് ഒരു ദേഷ്യമാണ്. ഇവൾ അതിനായിട്ട് ഓരോന്ന് എരിപിരി കൂട്ടി കൊടുക്കും. അറിയില്ല ഞാൻ എന്തൊക്കെയാണ് ഈ പെരൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലല്ല. ഇവൾ ഇന്ന് കുട്ടിന്റെ പേരും പറഞ്ഞങ്ങാണ്ട് കള്ളത്തരം കാട്ടിണ്ടെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ചെയ്യൂലേ? ഞാൻ ചോദിച്ചു നോക്കട്ടെ ബിലുവിനോട്.
പാവാണ് ആ താത്ത. ആ കാക്ക വന്നേ മുതൽക്കൊരു സ്വസ്ഥത ഇല്ല. പെണ്ണ് എന്തിനാണ് അതിനങ്ങോട്ട് കെട്ടിയെടുത്തിക്കുന്നത്? കുഞ്ഞോളെ കള്ളത്തരം പൊളിച്ചേ പറ്റുള്ളൂ. ആ കുട്ടിനോട് ചോദിച്ചേ പറ്റും. ബിലു ഇവിടെ വാ. അമ്മായി ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മായി ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. ചെറിയ കുട്ടികൾ കള്ളം പറയാൻ പാടില്ല. ചെറിയ കുട്ടികൾ കള്ളം പറഞ്ഞാൽ പടച്ചവൻ ശിക്ഷിക്കും. ഞാനേ മാമനെ കൊണ്ട് കുറേ ചോക്ലേറ്റും മുട്ടായും ഒക്കെ കൊടുന്നേരണ്ട്. സത്യം പറയോ? അന്നെ വല്യമ്മായി നുള്ളിക്കണ? പിന്നെ അമ്മായിയൊന്നും കാട്ടിയിട്ടില്ല. ഇമ്മ നുള്ളീന്ന് പറഞ്ഞതാണ്, നുള്ളീന്ന് പറയാൻ പറഞ്ഞതാണ്. അമ്മായി ഒന്നും കാട്ടിയിട്ടില്ല, നുള്ളീന്ന് പറയാൻ പറഞ്ഞതാണ്. ഉറപ്പല്ല അമ്മായി ഒന്നും കാട്ടിയിട്ടില്ലാന്നുള്ളത്? എന്നിട്ട് ഉമ്മച്ചി പറഞ്ഞ ഉമ്മമാനോട് നുള്ളിക്കണെന്നുള്ളത്. നുള്ളിയിട്ടൊന്നും ചെയ്യല്ല അമ്മായി? ഉറപ്പാണല്ലേ കാട്ടിയിട്ടില്ലാന്നുള്ളത് ല്ലേ? എന്നാ ഇവിടെ നിന്ന് കളിച്ചട്ടാ. നമ്മളെ ഈ കളി ഒന്ന് മാറ്റി കൊടുക്കും. ഇമ്മ ഇമ്മ കുഞ്ഞോളെ, കുഞ്ഞോൾ ചെയ്ത് ഈ കള്ളത്തരം പിടിക്കപ്പെടുമോ? കാത്തിരിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിനായി. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.